നിയോഗത്താലി. സജീവേട്ടനെന്താ ഇവിടെ വന്നിങ്ങനെ പാത്തു നിൽക്കുന്നത്? പെട്ടെന്ന് ഭർത്താവിനെ മുൻപിൽ കണ്ടതും സിന്ധു ഒന്നു പരിങ്ങി. എനിക്ക് എന്റെ വീട്ടിൽ വന്നിട്ട് പതുങ്ങി നിൽക്കേണ്ട കാര്യമില്ലടി. ഇവിടെ എന്തായിരുന്നു ഇത്ര ബഹളം? നീ എന്തിനാ ശ്രീമോളോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനെന്താ പറയൂ? നിങ്ങൾ എന്തുവാ കേട്ടത്? എന്തായാലും നേരത്തെ വന്നതുകൊണ്ടാണല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയാൻ പറ്റിയത്. പെട്ടെന്ന് സജീവനത് പറഞ്ഞതും സിന്ധു അയാൾക്ക് മുഖം കൊടുക്കാതെ അല്പം തിരിഞ്ഞു നിന്നു. സജീവേട്ടൻ എന്ത് നടക്കുന്നു എന്നാ പറഞ്ഞത്? എന്റെ മക്കളെപ്പോലെ തന്നെയാ എനിക്ക് ശ്രീനന്ദയും. എന്റെ കുട്ടികൾ എന്തേലും തെറ്റിയതാൽ ഞാൻ വഴക്കു പറയും. അതുപോലെ തന്നെ ശ്രീനന്ദയോടും. എന്തെങ്കിലും പറഞ്ഞെങ്കിലേ ഉള്ളൂ. വേണമെങ്കിൽ സജീവേട്ടൻ നേരിട്ട് തന്നെ അവളോട് ചോദിച്ചു നോക്ക്. പെട്ടെന്ന് സജീവൻ ശ്രീനന്ദയുടെ മുഖത്തേക്ക് നോക്കി. ശരിയാണോ ശ്രീനന്ദേ നിന്റെ അമ്മായി പറയുന്നതൊക്കെ? അവൾ കുറച്ചുനേരം മൗനമായി നിന്നു. ആ സമയമെല്ലാം സിന്ധുവിന്റെ കണ്ണുകൾ അവളെ നോക്കി ദഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അമ്മായി പറഞ്ഞതെല്ലാം ശരിയാണ് അമ്മാവ. ശ്രീനന്ദി അത് പറഞ്ഞപ്പോൾ സിന്ധുവിന് ആശ്വാസമായി. എന്നാൽ മറ്റൊന്നും കൊണ്ടായിരുന്നില്ല ശ്രീ അങ്ങനെ പറഞ്ഞത്. ഇനിയും താൻ എന്തെങ്കിലും എതിർത്തു പറഞ്ഞതിന്റെ പേരിൽ ഈ വീട്ടിൽ ഒരു വഴക്ക് നടക്കരുതെന്ന് മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അവളുടെ നാവിൽ നിന്നത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മതിയായോ? സിന്ധു സജീവനോടെ ചോദിച്ചു. സജീവൻ ഒന്നും മിണ്ടിയില്ല. ശ്രീ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കള്ളങ്ങളൊക്കെ പറയുന്നത്? ഇതൊക്കെ കൊണ്ട് നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഞാൻ പല പ്രാവശ്യം നിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സിന്ധു നിന്നോട് എന്തെങ്കിലും തരത്തിൽ വെറുപ്പ് കാണിക്കുന്നു ഉണ്ടോന്ന്. അപ്പോഴൊക്കെ ഇല്ലെന്നാണ് നീ പറഞ്ഞത്. എങ്കിലും എനിക്ക് തോന്നിയിരുന്നു ഇവിടെ ഞാൻ അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മനഃപൂർവ്വം അല്പം നേരത്തെ വന്നത്. സിന്ധു, നീ ഇവളോട് പറയുന്ന വർത്തമാനമെല്ലാം ഞാൻ കേട്ടതാണ്. നിന്റെ മക്കളോട് നീ സംസാരിക്കുമോടി? അതും ഇത്രയും മോശപ്പെട്ട രീതിയിൽ? കുറച്ചു നേരം സിന്ധു ഒന്നും മിണ്ടിയില്ല. ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നറിയാതായിപ്പോയി അവർക്ക്. കാര്യം മറ്റൊന്നുമല്ല, ആരിൽ നിന്നാണോ എല്ലാം ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചത് അവർ തന്നെ എല്ലാം അറിഞ്ഞിരിക്കുന്നു. എന്തായാലും സജീവേട്ടനെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. ശ്രീനന്ദയെ ഇനി ഇവിടെ തീറ്റിപ്പോറ്റാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ 2 മക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഈ വീടും ഈ സമ്പാദ്യവും. നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടുവരുന്ന പൈസയും എല്ലാം. അത് ചത്തുപോയ നിങ്ങളുടെ പെങ്ങളുടെ മകൾക്ക് കൂടി ഭാഗം വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. സിന്ധുവിന്റെ സംസാരത്തിന് മുഖമടച്ച് അടിയായിരുന്നു സജീവന്റെ മറുപടി. ഇതെന്തിനാണെന്നറിയാമോ? ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് സജീവൻ. ഇത്രയും നാള് എന്റെ കുഞ്ഞിനെ ഈ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്തിയതിന്. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവൾ പറഞ്ഞാൽ മാത്രമല്ല എനിക്ക് മനസ്സിലാകുന്നത്. കുറച്ച് നാളുകളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്കെതിരെ നിങ്ങൾ അമ്മയും മക്കളും ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ടടി. പക്ഷെ ഞാനതൊന്നും പ്രതികരിക്കാതിരുന്നത്. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ദേഷ്യം കൂടി നിങ്ങൾ ഇവളോട് തന്നെ കാണിക്കും. 24 മണിക്കൂറും ഇവൾക്ക് കാവലിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ. സജീവൻ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തിയപ്പോൾ സിന്ധു കലിതുള്ളി. ആഹാ, കൊള്ളാലോ. അപ്പൊ നാട്ടുകാരാരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത് ശരി തന്നെയല്ലേ? നാട്ടുകാരെന്തോ പറഞ്ഞുണ്ടാക്കിയെന്നാണ് ഈ പറയുന്നത്. സജീവൻ ദേഷ്യത്തോടെ സിന്ധുവിനടുത്തേക്ക് ചെന്നപ്പോൾ അവർ 2 അടി പിന്നോട്ട് മാറി. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ വെട്ടിത്തിരിഞ്ഞവർ അകത്തേക്ക് കയറിപ്പോയി. അവർക്ക് പിന്നാലെ തന്നെ സംഗീതയും സാക്ഷിയും അകത്തേക്ക് കയറിയതോടെ അവിടെ ശ്രീനന്ദയും സജീവനും മാത്രമായി. മോളെ, ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് നീ എന്താ എന്നോടൊരു വാക്കുപോലും പറയാതിരുന്നത്? നീ മുൻപേ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മാവൻ മറ്റെന്തെങ്കിലും ഒരു പരിഹാരം കാണുമായിരുന്നില്ലേ? ഒന്നുമില്ലെങ്കിലും നിന്നെ ഹോസ്റ്റലിലേക്കെങ്കിലും ഞാൻ മാറ്റില്ലായിരുന്നോ? ഇതിപ്പോ സാരമില്ല അമ്മാവ, എനിക്കതിലൊന്നും ഒരു വിഷമവുമില്ല. ഒന്നുമില്ലെങ്കിലും 5 വയസ്സ് തൊട്ട് അമ്മാവൻ എന്നെ പൊന്നുപോലെ നോക്കുന്നില്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അമ്മായി എന്തു പറഞ്ഞാലും ഞാനതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥയാണ്. നോക്ക് ശ്രീനന്ദേ, ഞാൻ എൻ്റെ മക്കളെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ മാത്രമേ നിന്നെയും കണ്ടിട്ടുള്ളൂ. പെങ്ങളുടെ മകളെന്ന് കരുതി ഇതുവരെ ഞാനൊരു വേർതിരിവ് കാണിച്ചിട്ടില്ല. നീ എൻ്റെ മോള് തന്നെയാണ്. എൻ്റെ ദേവി പോകും മുമ്പ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയ എൻ്റെ പൊന്നുമോള്.
സജീവ് അവളെ ചേർത്ത് പിടിച്ചപ്പോൾ തിരിച്ചയാളെ ഒന്ന് ചുറ്റിപ്പിടിക്കാതിരിക്കാനായില്ല അവൾക്ക്. അത് കണ്ടുകൊണ്ടാണ് സിന്ധു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. റൂമിൽ നിന്ന് വെള്ളമെടുക്കാനെന്നുള്ള വ്യാജേന പുറത്തേക്ക് ഇറങ്ങിയവർ കയ്യിലിരുന്ന സ്റ്റീലിന്റെ ജഗ് ശക്തിയിൽ താഴേക്കെറിഞ്ഞു. ശബ്ദം കേട്ടതും സജീവനും ശ്രീനന്ദിയും ആ ഭാഗത്തേക്ക് തന്നെ നോക്കി. ദേ നോക്ക് സജീവേട്ട, ഇത് നിങ്ങളുടെ പെങ്ങളുടെ മകളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവളൊരു പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. ഇങ്ങനെ അവളെ തൊടാനും പിടിക്കാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല. എനിക്കതൊന്നും അംഗീകരിച്ച് തരാനും പറ്റില്ല. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ വേണോ ഇതൊക്കെ? ഛേ, നാണക്കേട്. സിന്ധുവിന്റെ നാവിൽ നിന്നും വീണ വാക്കുകൾ കേൾക്കെ സജീവന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. അയാൾ അവരെ വീണ്ടും തല്ലാനായി പോയപ്പോൾ ശ്രീനന്ദ പെട്ടെന്ന് അയാളുടെ കയ്യിൽ പിടിച്ചു. പ്ലീസ് അമ്മ, എന്നെ കരുതി ഈ വീട്ടിൽ വീണ്ടും ഒരു വഴക്കുണ്ടാവരുത്. ഞാൻ കാലു പിടിക്കാം. അവൾ പൊട്ടിക്കരഞ്ഞു. സജീവ് മറുത്തൊരു വാക്കുപോലും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഹോളിൽ കിടന്ന സെറ്റിയിൽ പോയിരുന്നു. അതേസമയം തന്നെയായിരുന്നു ഉമ്മറത്തേക്ക് ബ്രോക്കർ നാരായണൻ വന്നത്. അയാൾ കുറേയേറെ സമയം കോളിംബെൽ അടിച്ച ശേഷം സിന്ധുവാണ് ചെന്ന് വാതിൽ തുറന്നത്. ബ്രോക്കർ നാരായണനെ മുൻപിൽ കണ്ടതോടെ അവർ മുഖത്തൊരു ചിരി വരുത്താൻ ശ്രമിച്ചു. എന്താ നാരായണ ഈ നേരത്ത്? സമയം ഏകദേശം 7 മണിയോട് അടുത്തിരുന്നപ്പോൾ. ഒന്നുമില്ല സിന്ധു, ഇന്നലെ ശ്രീനന്ദയെ പെണ്ണ് കാണാൻ വന്നവരില്ലേ, അവർക്കേ വിവാഹത്തിന് സമ്മതമാണെന്ന്. വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ മനസ്സ് മാറി. നാരായണൻ പറഞ്ഞു നിർത്തിയതും അതുവരെ ദേഷ്യത്താൽ വീർത്തിരുന്ന സിന്ധുവിന്റെ മുഖത്ത് പൂനിലാവ് ഉദിച്ചു. ശരിക്കും അവർ സമ്മതിച്ചോ? സിന്ധുവിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നിയെങ്കിലും അവർ സംയമനം പാലിച്ചു. പിന്നെ ഒരു കണ്ടീഷനുണ്ട് അവർക്ക്. നാരായണൻ അത് പറഞ്ഞപ്പോൾ സിന്ധു മുഖം ചുളിച്ച് അയാളെ നോക്കി. അവരുടെ മനസ്സിലൂടെ സ്ത്രീധനം എന്നൊരു മിന്നൽ പിണർ കടന്നുപോയി. നാരായണനെ പറയാൻ സമ്മതിക്കാതെ സിന്ധു തന്നെ പറഞ്ഞു തുടങ്ങി. ദേ നാരായണ, ആദ്യം തന്നെ പറഞ്ഞതാണ് സ്ത്രീധനമായിട്ട് തരാനായി. ഇവിടെ ഒരു പൊന്നോ പണമോ ഒന്നും തന്നെ ഇല്ലെന്ന്. പിന്നെ വീണ്ടും ഒരുമാതിരി വർത്താനം പറയരുതേ. നിങ്ങളിങ്ങനെ ചൂടാവാതെ സിന്ധു. അതിന് ഞാൻ പറഞ്ഞോ സ്ത്രീധനം വേണോന്ന്? ഞാൻ എന്താണ് പറയാൻ വന്നതെന്ന് നിങ്ങൾ ആദ്യം എന്നെ ഒന്ന് പറയാൻ സമ്മതിക്ക്. നാരായണന്റെ വാക്കുകൾ കേട്ടതും അയാൾ ചോദിക്കാൻ വന്നത് സ്ത്രീധനത്തെപ്പറ്റി അല്ലെന്നറിഞ്ഞതുകൊണ്ട് സിന്ധുവിന്റെ മനസ്സിലൊരു ആശ്വാസം നിറഞ്ഞു. പിന്നെ എന്താ പറയാൻ വന്നത്? സിന്ധു ചോദ്യഭാവത്തിൽ നാരായണന്റെ മുഖത്തേക്ക് നോക്കി. അത് മറ്റൊന്നുമില്ല, അവർക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്നാ പറയുന്നത്. കൂടിപ്പോയാൽ ഈ വരുന്ന 2 ആഴ്ചക്കുള്ളിൽ. ചെറിയ പരിങ്ങളോടെ നാരായണൻ പറഞ്ഞു തുടങ്ങി. 2 ആഴ്ചയോ ഒരാഴ്ചയോ എത്രയാണെന്ന് വെച്ചാ അവര് പറയും പോലെ. ഇനിയിപ്പോ നാളെ വേണമെന്ന് പറഞ്ഞാ നാളെ തന്നെ. അവളെ ഇവിടെ ഇറക്കിവിടാൻ ഞങ്ങൾക്ക് സമ്മതയുള്ളൂ. ഉള്ളിൽ സന്തോഷം അലതല്ലുന്നുണ്ട്. എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ടായിരുന്നു സിന്ധു അയാളെ നോക്കി മറുപടി കൊടുത്തത്. നാരായണന്റെ മുഖം ചുളിഞ്ഞു. ഇതെന്തൊരു സ്ത്രീയാണ്! ഇങ്ങനൊരു പിശാചിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് അയാൾ മനസ്സിൽ പറഞ്ഞു. അതേസമയം തന്നെയായിരുന്നു അകത്തു നിന്നും സജീവൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ആ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ സജീവേട്ട? ഇന്ന് കട നേരത്തെ അടച്ചോ? ഇല്ല നാരായണ, വീട്ടിൽ വരെ ഒന്ന് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. സിന്ധുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് സജീവൻ പറഞ്ഞു. അതൊക്കെ പോട്ടെ, താനെന്താ ഈ നേരത്ത്? അത് ശ്രീനന്ദിക്ക് ഇന്നലെ ഒരു ആലോചന വന്നിരുന്നില്ലേ? അവർ ആദ്യം വിവാഹത്തിന് സമ്മതമല്ലെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പൊ അവർക്ക് സമ്മതമാണെന്ന്. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്തണമെന്നൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നാരായണൻ സജീവനോടായി പറഞ്ഞപ്പോൾ സിന്ധു വീണ്ടും പറഞ്ഞു തുടങ്ങി. നാരായണ, ഞാൻ ഒന്നുകൂടി എടുത്തു പറയുവാണ് കേട്ടോ. സ്ത്രീധനായിട്ട് തരാൻ ഇവിടെ യാതൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. ഞങ്ങളുടെ മക്കൾക്ക് പോലും ഞങ്ങൾ ഇതുവരെ ഒന്നും സമ്പാദിച്ചു വച്ചിട്ടില്ല. പിന്നെ അവൾക്ക്. നാരായണന്റെ മുമ്പിൽ വെച്ച് സിന്ധു അങ്ങനെ സംസാരിച്ചത് സജീവന് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അയാൾ അവിടെ നിന്നതുകൊണ്ട് മാത്രം സിന്ധുവിനെ കൂടുതലൊന്നും പറയാനും സജീവൻ മുതിർന്നില്ല. എന്നാൽ സിന്ധു ആണെങ്കിൽ അതൊക്കെ സജീവനെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇനി ശ്രീനന്ദയ്ക്ക് എന്തേലും കൊടുക്കാൻ സജീവന് ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് പറയാതെ പറയുകയായിരുന്നവർ. അല്ലെങ്കിൽ തന്നെ ഇനി ഇവളോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നൊരു ചിന്താഗതിയാണ് സജീവനിപ്പോൾ. എന്റെ പൊന്നു സിന്ധു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവർക്ക് നിങ്ങളുടെ പൊന്നും പണവും ഒന്നും വേണ്ടെന്ന്. അല്ലെങ്കിൽ തന്നെ ശ്രീനിലയത്തുകാർക്ക് നിങ്ങളുടെ പൈസ കിട്ടിയിട്ട് വേണോ ജീവിക്കാൻ? ഇത് നല്ല കഥയായി. അയാൾ ചോദ്യഭാവത്തിൽ സിന്ധുവിനെ നോക്കിയപ്പോൾ അവരും അത് ശരിവെച്ചു. അതല്ല, ഇപ്പൊ പൊന്നും പണവും വേണ്ടാന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ടുപോയിട്ടേ
ഒടുക്കം കാര്യം കണ്ടു കഴിഞ്ഞ് ഇവിടെ കൊണ്ട് നിർത്താൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അതിവിടെ നടക്കത്തില്ല. ദേഷ്യത്തോടെ സജീവൻ സിന്ധുവിനെ വിളിച്ചു. വിളിക്കുകയായിരുന്നില്ല, അവരെ നോക്കി അലറുകയായിരുന്നു എന്ന് വേണം പറയാൻ. അവരുടെ ആ സംസാരം സജീവന് തീരെ ഇഷ്ടപ്പെടുത്തില്ല. നാരായണനും വല്ലാത്ത ഭാവത്തിൽ തന്നെ നിന്നു. അയാളുടെ നെറ്റിയിൽ വരകൾ വീണു. സിന്ധുവിന്റെ സംസാരം കേൾക്കെ വല്ലാത്ത ദേഷ്യവും. ഒന്നുമില്ലെങ്കിലും ഇത് നിങ്ങളുടെ സഹോദരന്റെ കുട്ടിയല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അത് മര്യാദയാണെന്ന് തോന്നുന്നുണ്ടോ? നിവർത്തി കെട്ടുകൊണ്ട് നാരായണൻ ചോദിച്ചു. താൻ എന്നെ മര്യാദ പഠിപ്പിക്കാനൊന്നും വരണ്ട. ആരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണമെന്നൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. സിന്ധു ധാർഷ്ട്യത്തോടെ നാരായണനോട് പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ അവരെ അറിയിക്കട്ടെ. ഇരു കൂട്ടർക്കും താല്പര്യമായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്താനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാമെന്ന്. താൻ ധൈര്യമായിട്ട് പോയി പറ നാരായണ. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വിവാഹം നടത്താം. അത്രയും പറഞ്ഞ് സിന്ധു അകത്തേക്ക് കയറിപ്പോയി. പുറത്തെ സംസാരങ്ങളെല്ലാം കേട്ട് ചുവരിൽ ചാരി നിൽക്കുകയാണ് ശ്രീനന്ദ. അവൾക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രമേൽ മടുത്തിരുന്ന അവൾ ആ വീടും സാഹചര്യവുമെല്ലാം. ഡി, നീ അറിഞ്ഞോ? ഇന്നലെ നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയവര് ഇന്ന് നിന്നെ വേണോന്ന് പറഞ്ഞു. അതെന്തായാലും നന്നായി. നിന്നെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചിട്ട് വേണം എനിക്കും എൻ്റെ മക്കൾക്കും ഒന്ന് സമാധാനമായിട്ട് വീട്ടിൽ ജീവിക്കാൻ. ശ്രീനന്ദ ഒന്നും മിണ്ടിയില്ല. വെറുതെ സിന്ധുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി. ഒരു ഭൂലോക രംഭ. എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. നിന്റെ സൗന്ദര്യം കണ്ട് വന്നവരൊന്നുമല്ല. പിന്നെ 10-40 വയസ്സുള്ള ഒരു ചെറുക്കന് 18 വയസ്സുള്ള ഒരു പെണ്ണിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അവരതൊക്കെ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവൂ. സിന്ധു അവസാനം പറഞ്ഞ വാചകങ്ങളിൽ ശ്രീനന്ദ കുടുങ്ങിപ്പോയി. 40 വയസ്സ്! എന്റെ നാരായണ, എന്താണ് താനീ കേൾക്കുന്നത്? മുന്നോട്ടുള്ള തന്റെ ജീവിതം ഏത് രീതിയിലാണ് തന്നെ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്നതെന്നറിയാതെ അവൾ കണ്ണീർ വാർത്തു. ഓ, എന്ത് പറഞ്ഞാലും ഉണ്ടൊരു പൂങ്കണ്ണീര്. പണ്ട് നിന്റെ തള്ളയ്ക്കും ഇങ്ങനെ തന്നെയായിരുന്നു. ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ പറ്റത്തില്ല, അപ്പൊ നിന്ന് മൂങ്ങിക്കളയും. നശിച്ചവൾ. സന്ധ്യ നേരത്തെ ഇങ്ങനെ നിന്ന് കരയാതെ പെണ്ണേ. ഇനി ഈ വീടും കൂടെ മുടിച്ചിട്ട് വേണോ നിനക്ക് പോകാൻ? സിന്ധു ദേഷ്യത്തോടെ അതും പറഞ്ഞുകൊണ്ട് മക്കളെയും കൂട്ടി അകത്തേക്ക് പോയി. തുടരും.